അലോട്ട്മെന്റ് അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ അഡ്മിഷൻ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇന്നലെ വിശദമായി സംസാരിച്ചതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. കഴിഞ്ഞ സെപ്റ്റംബർ 20 മുതലാണ് യൂത്ത് കോൺഗ്രസ് സമരം ആരംഭിച്ചത്. ഈ സമരം 24 മുതലാണ് അക്രമ സ്വഭാവമുള്ളതായി മാറുന്നത്. ഉദ്ദേശം പ്രകോപനമുണ്ടാക്കുക എന്നത് തന്നെയാണ്. ഇവിടെ മന്ത്രിമാരെ യാത്രാമധ്യേ തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത് അങ്ങ് പരാമർശിക്കുകയുണ്ടായല്ലോ. അതെനിക്ക് വളരെ വിചിത്രമായിട്ടാണ് തോന്നിയത്. കാരണം യൂത്ത് കോൺഗ്രസ് വളരെ മോശമൊന്നുമല്ലാത്തൊരു സംഘടനയാണല്ലോ. ഞാൻ സെക്രട്ടേറിയറ്റ് ഓഫീസിൽ നിന്ന് കന്റോൺമെന്റ് ഗേറ്റ് വഴി ഉച്ചക്ക് പോകുമ്പോൾ കുറച്ചപ്പുറം എത്തിയപ്പോൾ 2-3 ക്യാമറക്കാർ ഇങ്ങനെ ക്യാമറയും കൊണ്ട് ഇങ്ങനെ ഓടി വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇതെന്താ ഇവരിങ്ങനെ ഓടുന്നത്? അപ്പം അവരെ ഇങ്ങനെ നോക്കുകയാണ് ഞാൻ. അപ്പോഴാണ് ഇങ്ങേ ഭാഗത്ത് 2 ചെറുപ്പക്കാർ ആ സൈഡിൽ നിന്ന് ഓടി വരികയാണ്, റോഡിന്റെ വലതു ഭാഗത്ത്. ഈ ക്യാമറക്കാർ ഇടതു ഭാഗത്താണ്. അപ്പോൾ 2 പേര് ഓടി വന്ന് അവരുടെ കയ്യിൽ കൊടിയുണ്ട്. അത് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചതാണെന്ന് അവകാശപ്പെടാതിരിക്കലാ നല്ലത്. കാരണം അത്രമാത്രം പരിഹാസ്യമായ അവസ്ഥയിൽ യൂത്ത് കോൺഗ്രസ് എത്തിയിട്ടില്ല. അത്രമാത്രം പരിഹാസ്യമായ അത്രമാത്രം എന്താ കാര്യം? ആളെ സംഘടിപ്പിക്കും. പ്ലീസ് ഞാൻ പറയേണ്ടത് ഞാൻ പറയും. അല്ല, ആളില്ലാത്ത നിങ്ങളെന്തിനാ അതിന് ക്ഷോഭിക്കുന്നത്? ഞാൻ നിങ്ങളെ പറ്റി മോശമൊന്നും പറഞ്ഞില്ലാലോ. യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് അത്രമാത്രം മോശമായൊരു സംഘടനയാണെന്ന് എനിക്ക് ധാരണയില്ല എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോ ആദ്യം ഞാൻ പറയുന്നത് മനസ്സിലാക്കി. പ്ലീസ് മുഖ്യമന്ത്രി സംസാരിക്കട്ടെ. പ്ലീസ് യൂത്ത് കോൺഗ്രസ് നമ്മുടെ സംസ്ഥാനത്ത് മോശമല്ലാത്തൊരു യുവജന സംഘടനയാണെന്നാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്. ആ സംഘടന 2 ആളുകൾ എന്ന നിലക്കല്ല ഒരു കരിങ്കൊടി പ്രകടനത്തിന് തയ്യാറാവുക. ഞാൻ വ്യക്തമായി ധരിക്കുന്നത് ഇതേതോ ചാനലുകാര് വാടകയ്ക്കെടുത്തവരാണ്. ആ ചാനൽ അതിലൊന്നും ചൂടായിട്ട് കാര്യമില്ല. അതിലൊന്നും സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി ചാനലുകൾക്ക് വേണ്ടി ഏതോ ചാനലുകാര് കാണിച്ച കാര്യമാണിത്. ഏതോ ചാനലുകാർക്ക് വേണ്ടി എല്ലാവരും നിശബ്ദരായിരിക്കായിരുന്നു. അത് യൂത്ത് കോൺഗ്രസ് ആണെന്ന് കാണണ്ട. ഷാഫി എന്താ വേണ്ടത്? അത് വേറെ സീറ്റിലേക്ക് പോകും. പറയാനുള്ളത് കേൾക്കാൻ ഷാഫി പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുകയായിരുന്നു. എല്ലാവരും നിശബ്ദയോടുകൂടി കേട്ടിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി സംസാരിക്കുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കൂ. കേട്ടോ, അനാവശ്യമായ കാര്യങ്ങൾ കാണിച്ചിട്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഷാഫി പറമ്പിൽ സംസാരിക്കുമ്പോൾ എല്ലാവരും നിശബ്ദമായി കേട്ടിരുന്നു. അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ധാരണയിലെ പറഞ്ഞത്. പ്ലീസ് സീറ്റിലേക്ക് പോകും. തിരിച്ചു പോകും. നിങ്ങൾ സീറ്റിലേക്ക് പോകും. സീറ്റ് പോയിരിക്കും. പ്ലീസ് സീറ്റ് പോയിരിക്കും. പ്ലീസ് നിങ്ങൾ വാടകയ്ക്ക് എടുത്തു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. പ്ലീസ് ഗോ ടു യുവർ സീറ്റ്. പ്ലീസ് വാടകയ്ക്ക് എടുത്തു. വേറെ ആള് വരണം. ശ്രീ ഷാഫി പറമ്പിൽ പ്രസംഗിക്കുമ്പോ നിശബ്ദരായിരുന്നില്ല എല്ലാവരും. നിങ്ങൾ എങ്ങനെ അസഹിഷ്ണുത കാണിക്കരുത്. ഇതിന്റെ പാള വാടകയ്ക്ക് എടുക്കുന്നത്
ബഹുമാനപ്പെട്ട അംഗങ്ങൾ സീറ്റിലേക്ക് തിരിച്ചു പോകണം. സീറ്റിലേക്ക് തിരിച്ചു പോകണം. ഷാഫി ഇവിടെ ആളുകളെ പേരെടുത്ത് വരെ പ്രസംഗിച്ചില്ലേ? ശ്രീ ഷാഫി പറമ്പിൽ അങ്ങയുടെ പ്രസംഗത്തിൽ പേരെടുത്ത് വരെ പ്രസംഗിച്ചില്ലേ? നിങ്ങൾ വാടകയ്ക്ക് എടുത്തുകൂടെ ആരും പറഞ്ഞിട്ടില്ല. ഒരു പിൻവൽ വ്യക്തികളും നടക്കാൻ പോകുന്നില്ല. അതൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ. പോയിട്ട് വേറെ പണി നോക്കില്ല. പ്ലീസ് പ്ലീസ് പ്ലീസ്. നിങ്ങൾ വാടകയ്ക്ക് എടുത്തുകൂടെ ആരും പറഞ്ഞിട്ടില്ല, ഞാൻ കേട്ടില്ല. മുഖ്യമന്ത്രി എന്ത് പറയണമെന്ന് ചേർന്ന് പറയാൻ പറ്റില്ല. സർ ഇവിടെ ഷാഫി പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത വേണം. മറുപടി നിങ്ങൾ കേൾക്ക്. മറുപടി പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത വേണം. ബഹളം വെച്ചതുകൊണ്ടൊന്നും മറുപടി പറയാതിരിക്കില്ല കേട്ടോ. അതെല്ലാം മനസ്സിൽ വെച്ചാൽ മതി. മറുപടി പറയാതിരിക്കുന്ന പ്രശ്നമില്ല. മറുപടി പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത വേണം. എന്ന് പോയിരിക്കും. ആകാശത്തിന് കീഴിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഷാഫി പ്രസംഗിച്ചു. അതാണ് ആദ്യം വേണ്ടത്. യെസ് യെസ് യെസ്. മറുപടി പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത വേണം.